ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് നല്ല സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ധനുമാസത്തിൽ പല നക്ഷത്രക്കാർക്കും ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. ധനുമാസം 1-ാം തീയതി ഡിസംബർ 16-നാണ് ആരംഭിച്ചിരിക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പല നക്ഷത്രങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പ്രധാനമായും 27 നക്ഷത്രങ്ങളുടെ ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രത്തിനുണ്ടാകുന്ന വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ഒക്കെ മാറി നല്ല ഫലങ്ങൾ സിദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ്. ജ്യോതിഷപ്രകാരം പല മാറ്റങ്ങളും പുതിയ മലയാള മാസത്തിൽ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ചിലർക്കൊക്കെ കുറച്ച് രാശിപ്രകാരം സമയദോഷം ഒക്കെ ഉള്ളത് അവരുടെ ജന്മന ഉള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ പിതൃദോഷങ്ങൾ, ശനിദോഷങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അതൊക്കെ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലേക്ക് എത്തും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ധനുമാസത്തിലെ ഫലങ്ങൾ ഈ അനിഴം നക്ഷത്രത്തിന് നല്ല ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ രാശിപ്രകാരം ചിലർക്ക് ശനിദോഷങ്ങളുണ്ട്. ആ നക്ഷത്രത്തിൽ വരുന്ന പലർക്കും അങ്ങനെ ഉള്ളവരുണ്ട്. ചിലരുടെ ജനന സമയം വെച്ചിട്ടായിരിക്കും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ദോഷങ്ങളുള്ളവർ അത് മാറ്റിക്കൂടി എടുക്കണം. അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതത്തിന്റെ ഉയർച്ച ഭയങ്കരമായി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അധീനതയിൽ വന്നു ചേരാൻ ഭൂമിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകുന്ന സമയമാണ്. ഉദ്യോഗസ്ഥനാണെങ്കിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. വിലപ്പെട്ടവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. സുരക്ഷ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം യാത്രകൾ ശ്രദ്ധിക്കണം. അതിന് പ്രത്യേകമായ നിങ്ങൾക്ക് പ്രത്യേകം ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കലാരംഗത്തുള്ളവർക്ക് നല്ല കാലമാണ്. സന്താനങ്ങളുടെ ഉരുപടനത്തിന് പണമൊക്കെ ചെലവാകുന്ന സമയമാണ്. അതുപോലെ നല്ല ആരോഗ്യവും തൃപ്തികരമായ കുടുംബജീവിതവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. ശത്രുതയുള്ള ബന്ധുജനങ്ങളുമായി രമ്യതയിലാകുന്ന ഒരു സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ ധനുമാസത്തിൽ സംഭവിക്കുന്നത്. നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണം. സ്വതസിദ്ധമായ കഴിവ് കൊണ്ട് കർമ്മരംഗത്ത് വളരെ ഉയർച്ചയുണ്ടാകും. സിനിമ, സീരിയൽ, കലാരംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് ഏറ്റവും നല്ല അവസരങ്ങളാണ്. വസ്തുസർഗങ്ങളിൽ ശാശ്വത പരിഹാരമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സുഖഭോഗങ്ങൾക്കായി അനാവശ്യമായ പണമൊക്കെ ചിലവാക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏത് കാര്യവും നൈപുണ്യത്തോടെ ചെയ്യുന്ന ആൾക്കാരാണ് അനിഴം നക്ഷത്രക്കാര്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യത്തിൽ അലസത പ്രകടിപ്പിക്കും. യുവാക്കൾക്കാണെങ്കിൽ പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും. അതോടെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് അന്തിമമായ ഫലം വരുന്ന സമയമാണ്. സ്വന്തമായി പുതിയ സംരംഭം തുടങ്ങാനുള്ള നല്ലൊരു കാലമാണ് ഈ ധനുമാസം എന്ന് പറയുന്നത്. വ്യക്തമായ ധാരണയോടും ലക്ഷ്യത്തോടും കൂടി പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പറഞ്ഞ രീതിയിലുള്ള ബിസിനസ്സുകൾ മെച്ചമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുപോലെ വാദ നീർദോഷങ്ങൾ അലട്ടാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കൾക്കൊപ്പം ഉല്ലാസയാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. എന്നാലും ചെലവൊക്കെ വർദ്ധിക്കും. പുതിയ വീടിനായി ശ്രമം തുടങ്ങും. സന്താനഭാഗ്യമില്ലാത്തവർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. കൈവിട്ട് പോകുമെന്ന് കരുതി വസ്തുക്കളൊക്കെ തിരികെ കിട്ടും. ബിസിനസ്സിന് കുറച്ച് നഷ്ടമൊക്കെ ചിലർക്ക് ചില രാശിപ്രകാരം ഉണ്ടാകും. ഈ അനിഴം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിലരുടെ ജന്മന ഉള്ള സമയത്തിന്റെ അനുസരിച്ചാണ് നടത്തുന്നത്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനം പുരുഷനായാലും സ്ത്രീയായാലും ഒക്കെ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നാഡീ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് യാത്രകളിലൊക്കെ ക്ലേശമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് അപവാദത്തിനുമൊക്കെ ചിലർക്ക് സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ജന്മരാശിയുമായി ബന്ധപ്പെട്ടാണ്. അനിഴം നക്ഷത്രക്കാർ പറഞ്ഞില്ലേ, പല ശനി അതുപോലെ തന്നെ കേതു ഒക്കെ വരുന്ന സമയങ്ങളിൽ ചിലർക്ക് ആ ഒരു സമയം ജനിച്ചവർക്ക് ആ ദോഷങ്ങൾ കാണും. അത് മാറ്റിയെടുത്താൽ മതി. നിങ്ങളുടെ ജീവിതം നല്ല നിലവാരത്തിലെത്തും. വളർത്തുമൃഗങ്ങൾക്ക് ചിലപ്പോൾ നാശമൊക്കെ സംഭവിക്കാം. വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തൊഴിൽ രഹിതരാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അതൊരു സമയമൊക്കെ വരുന്നുണ്ട് ഈ ധനുമാസത്തിൽ. അതുപോലെ മേലധികാരികൾ ഏൽപ്പിച്ച ജോലികളൊക്കെ പൂർത്തിയാകും. സമാന ചിന്താഗതിക്കാരുമായൊക്കെ സംസർഗം ഉണ്ടാകുന്നതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അന്യദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പിന്നെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാവുമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നത് ഈ അനിഴം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. സ്വതസിദ്ധമായ കഴിവുകൾ ആവശ്യമായ സമയത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധ്യാപകരും വക്കീലന്മാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ ഈ ജോലി സ്ഥലത്ത് ശത്രുക്കൾ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ അങ്ങനെ ചില ശത്രുദോഷങ്ങളൊക്കെ ഉള്ള ഒരു നക്ഷത്രമാണ്. ഈ ധനുമാസത്തിൽ പല ഫലങ്ങളും നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ഉണ്ട്. ആശുപത്രിവാസത്തിന് ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കാം. അർഹമായ കാര്യങ്ങളൊക്കെ അവർക്ക് ഉപരിപഠനത്തിനായി അനുഭവത്തിൽ വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് പലർക്കും.
സാമ്പത്തികം മോശമാകില്ലെങ്കിൽ തന്നെ ശ്രദ്ധിച്ച് ചിലവാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വീട്ടിലൊക്കെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും, ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും ധനുമാസം അവസാനത്തോടെ വന്നു ചേരും. കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച ഫലമാണ് ഈ ധനുമാസം അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിലും വലിയ ഉയർച്ചകൾ ഉണ്ടാകും. ഏറ്റെടുക്കുന്ന ദൗത്യം ചെയ്തു തീർക്കണമെന്നുള്ള ഒരു മനസ്സുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ. അതുകൊണ്ട് അതിന് പ്രത്യേകമായി സമയം കണ്ടെത്തും. സന്താനങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും, അതുകൊണ്ട് പ്രയോജനവും കുടുംബത്തേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ അനാവശ്യമായ ആദിയും സംശയവും മനസ്സിനെ അലട്ടും ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടുന്ന സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ചിലർക്കൊക്കെ. അതുപോലെ വാഹനം മാറി പുതിയത് വാങ്ങുവാനുള്ള സമയം കൂടിയുണ്ട്. അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും. അതായത് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമുണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ പല രീതിയിലും പല നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മികവ് അല്ലെങ്കിൽ ഉയർന്ന മാർക്കുകളോടുകൂടി വിജയിക്കുക, ഒരു പഠനത്തിനും ഫെലോഷിപ്പുകളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങൾ ഭാഗ്യം തുണയാകും എന്ന് പറഞ്ഞ പോലെ ഔദ്യോഗിക കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അതോടുകൂടി നല്ല രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകാം. കുടുംബ സുഖം ലഭിക്കാം. കടബാധ്യതകളൊക്കെ പരിഹാരം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ഈ 2020 മാസത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക്. പ്രയത്നത്തിനനുസരിച്ച് ചില രാശിക്കാർക്ക് ചില ജനനസമയത്തിനനുസരിച്ച് അവർക്ക് നല്ല പ്രതിഫലമൊക്കെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിചാരിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരവും ലഭിക്കും. വിദേശത്ത് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്ക് ഇത് സാധ്യമാവുകയും ചെയ്യും. അതുപോലെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ വിജയിച്ച വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞ് അവർക്ക് വീണ്ടും അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പഠനത്തിലേക്ക് പോകാൻ പറ്റും. അതുപോലെ സന്ധി സംഭാഷണങ്ങളൊക്കെ തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഈ അനിഴ നക്ഷത്രക്കാർ എല്ലാ ആൾക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസത വർദ്ധിപ്പിക്കുന്ന ആൾക്കാർ കൂടിയാണ്. ഇതൊക്കെയാണ് ധനുമാസത്തിലെ അനിഴ നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു ജ്യോതിഷപങ്ക്തിയുമായി വീണ്ടും എത്താം.